ഹലോ ഹായ് ഞാൻ ഷമീം. അപ്പോൾ കുറേ ദിവസമായി റെസിപ്പികളൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ സമൂസ. മുമ്പത്തെ റെസിപ്പിയും നമ്മളെ ബക്ലോസ. ഇന്ന് സമൂസ, നോർമൽ സമൂസ. നമ്മൾ ഉള്ളിയില്ല, തക്കാളി ഇല്ല, ഇഞ്ചിയില്ല, വെളുത്തുള്ളി ഇല്ല, പച്ചമുളകില്ല, ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് നല്ലൊരു ടേസ്റ്റി സിമ്പിൾ ചിക്കൻ മാത്രം ആഡ് ചെയ്തിട്ടുള്ള സമൂസ എങ്ങനെ ചെയ്യാം എന്നുള്ള വളരെ എന്താ പറയുക ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി എങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഓൾറെഡി കഴിച്ചു കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻട്രോ ആണ് അത്. അപ്പോൾ നമ്മൾ അതിൽ ഇട്ടിരിക്കുന്ന 3 സാധനമുണ്ട്. ചിക്കൻ ഉണ്ട്, കുക്കുംബർ ഉണ്ട്, ചീസ് ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കുംബർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൊമാറ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ വേണമെങ്കിൽ ഇടാം. കുക്കുംബറിന് വലിയൊരു ഫീല് സംഭവത്തിലില്ല, പക്ഷെ അവർ പരത്തിയിട്ടുള്ള സംഭവം ചെയ്യുമ്പോൾ ഭയങ്കര സംഭവമാണ്. അതിന് കൊടുക്കുന്ന ഒരു ഡിപ്പ്, ആ ഡിപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, അച്ചാറാണ്. ആ അച്ചാർ കൂട്ടിയിട്ട് വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കി നോക്ക്. നല്ല സാധനമാണ്. അതില്ലാതെയും കഴിക്കാൻ സൂപ്പർ സാധനമാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തോ. ഈസി ആയിട്ടുള്ള നല്ല ഒരു ഡിഫറെൻറ്റ് സമൂസയാണ്. അപ്പോൾ നമുക്ക് ആ റെസിപ്പി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം അല്ലേ. എല്ലാവരും ട്രൈ ചെയ്യണേ, ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയണേ. അപ്പോൾ ഞാൻ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിന് വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ സമൂസ. ഇപ്പോൾ ചിക്കൻ ബ്രസ്റ്റിൻ്റെ ഇതിങ്ങനെ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഇത് അവനെ കണ്ടില്ല, ഇതിങ്ങനെ നീളത്തിലുള്ള ചെറിയ ബ്രസ്റ്റ്. ഇത് കൈയുടെ വെക്കുന്നു, എന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെയുള്ള പീസസ് ആക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ തന്നെ പീസസ് ആക്കണേ. ഇനി ഒന്നുകൂടി ഇതാ ഇങ്ങനെ സ്ലൈസസ്. ഇതാ അടുത്തത് ഈ ഒരു തിക്നെസ്സിൽ ഇങ്ങനെ പരത്തി എടുക്കണം. അപ്പോൾ ഇങ്ങനെ തിന്നായി എടുക്കാം. ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ബോൺലെസ് പരമാവധി ഞാൻ എപ്പോഴും പറയുന്നത്, നോമ്പിൻ്റെ ടൈം ആകുമ്പോൾ ചിക്കൻ വാങ്ങിക്കഴിഞ്ഞാൽ ആ ബ്രസ്റ്റിൻ്റെ ഭാഗങ്ങൾ നിങ്ങൾ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിങ്ങനെ കുറേ സ്നാക്സുകൾ ഇതേപോലെ നമുക്ക് പലതും ആക്കാം. ഇനി ഇത് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇതാ ബൗളിലേക്ക് എല്ലാം ഇടാണ്. ഇനി ഇതിൽ ചെറിയൊരു മാരിനേഷൻ, എന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ 2 പീസാണ് കട്ട് ചെയ്തിട്ട് കിട്ടിയ എങ്കിൽ ഇതേപോലെ ഇങ്ങനെ ചെറിയ 2 പീസ്, ഇങ്ങനെ 2 പീസാണ്. ഈ 2 നമുക്ക് ഒരുമിച്ച് യൂസ് ചെയ്യാം. അതുകൊണ്ട് ചെറുതായാലും വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടെ കട്ടി ഇതേപോലത്തെ കട്ടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. ഇതിനൊക്കെ മാരിനേഷൻ ചെയ്യാം. എനിക്കിപ്പോൾ 2 ബ്രസ്റ്റ്, ഒരു കോഴിയുടെ ബ്രസ്റ്റ് കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 12 പീസോളം കിട്ടീന് കേട്ടോ. അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ ഇട്ടു. അതേപോലെ തന്നെ 1 ടീസ്പൂണും പെപ്പർ പൗഡർ, പെപ്പർ ക്രഷ് ചെയ്തത്. കുറച്ച് നല്ല സ്പൈസി ചെയ്യണം, അതുകൊണ്ടാണ്. പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കുന്നത് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കുന്ന ഇതിലേക്ക് നീങ്ങാം. അപ്പോൾ നമ്മളെ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം. ചിക്കൻ ഫ്രൈ ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ലൈറ്റായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. നമ്മുടെ കോഴി ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കി വെച്ചിനെ, പെട്ടെന്ന് കുക്കാവും. ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട. ചിക്കൻ്റെ ഇങ്ങനെ ഈ കളർ ചേഞ്ചസ് വരുന്നുണ്ട് സൈഡിൽ, അന്നേരം തന്നെ നമ്മൾ മറിച്ചിടുക. ഓവർ കുക്കാക്കിയിട്ട് അതിനെ റബ്ബറി ആക്കണ്ട, പെട്ടെന്ന് തന്നെ മറിച്ചിടുക. നല്ല സ്പൈസിയാണ് കേട്ടോ. നമ്മളെ ഫ്രൈ ഓൾമോസ്റ്റ് ഡൺ. നമുക്കിതിനടുത്ത് മാറ്റാം, ബാക്കിയുള്ളതിലേക്ക് നമുക്ക് നീങ്ങാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ ഇതാണ് നമ്മൾ കിയാറ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ചെറിയ പീസസ് ആക്കിയിട്ട്. കൂടുതലും കക്കരിയൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അതേപോലെ തന്നെ ഇത് ചീസ് ഇതാ. ചീസ് ഓപ്ഷനിലാണ്, നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ചീസിൻ്റെ ആ ഒരു സംഭവം ഒഴിവാകുന്നേ ഉള്ളൂ. അപ്പോൾ ചീസ് ഓപ്പൺ ആക്കുക. എന്നിട്ട് നമ്മൾ ഒരു സമൂസയിൽ ഒരു ഷീറ്റ് 4 ആക്കിയിട്ട് കട്ട് ചെയ്യുകയാണ്. ഒരു ഭാഗമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇതിലൊരു ഭാഗമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് സമൂസയിലേക്ക് നീങ്ങാം. ഞാൻ സാധാരണ മുമ്പത്തെ സമൂസയിലൊക്കെ ഞാൻ ഫോൾഡ് ചെയ്തത് ഈ രീതിയിലായിരുന്നു. ഇത് ആ രീതിയിലല്ല, നമ്മൾ നേരെ പകുതിയിൽ നിന്ന് ഇങ്ങനെ ആക്കി എടുക്കുകയാണ്. ഇങ്ങനെ ആക്കി എടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുകയാണ്. ഇതിങ്ങനെ കോണ് പോലെ പിടിച്ചു, 2 കോർണറായിട്ട് സെറ്റായി. അടിയിലും നല്ല കോണായി. ഇതിലേക്ക് ചെറിയൊരു കക്കരി കുറച്ച് നേരെ ഇതായിട്ട് മുറിച്ചത്. നിങ്ങൾക്ക് ഇത് അഥവാ ചിക്കൻ വലിയ പീസായി തോന്നുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ കട്ട് ചെയ്തിട്ട് ഇട്ടാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു ഇതും ഇട്ടു. പിന്നെ ഒരു ചീസിൻ്റെ 4 ഭാഗമായിട്ട് മുറിച്ചതിൽ ഒരു ഭാഗം ചീസും കൂടെ ഇട്ടു. ഉള്ളിലേക്ക് കൊടുത്തു. ഇനി ഈ ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്യാം.
ഇപ്പോൾ നമ്മളെ സമൂസ ഓൾമോസ്റ്റ് പാക്ക് ചെയ്ത് റെഡിയായി. ഇനി നമ്മളെ ഇതുണ്ട് കേട്ടോ, ഇതിന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ഡിപ്പ് ഉണ്ട്, ആ ഡിപ്പും കൂടെ ഞാനൊന്ന് കാണിക്കാം. ആ ഡിപ്പ് കൂട്ടിയിട്ട് ഇത് കഴിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ സമൂസ ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ കെട്ടിയുള്ള കേട്ടോ ഫ്രൈ ആക്കുന്നത്. ഞാനിപ്പുറത്തേക്കിങ്ങനെ ക്യാമറ പിടിച്ചു, എന്നുവെച്ചാൽ നോമ്പുറക്കണ്ട തിരക്കിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നു. സമൂസ തിന്നുന്നുണ്ട്. ഒരാളുടെ സമൂസ തീറ്റ തുടങ്ങി അനൗഷ്. അപ്പോൾ തൊലി നല്ല ക്രിസ്പിയായി വരുന്ന വിധത്തിൽ എടുക്കണം കേട്ടോ, അതാണ് മെയിൻ. നമ്മുടെ തൊലി ക്രിസ്പിയോടും ഉള്ളിൽ ചിക്കൻ നല്ല സോഫ്റ്റും പിന്നെ ചീസും മെൽട്ടായിട്ടുണ്ടാവും. അപ്പോൾ ചീസ് ഇല്ലാത്തവർക്കാണ് ഡിപ്പ് കൂട്ടി കഴിക്കേണ്ടത്. ചീസ് ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഡിപ്പ് ഇല്ലാതെയും കഴിക്കാം കേട്ടോ. അപ്പോൾ ഡിപ്പൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അതൊന്നും ഇപ്പം ഞാൻ ഒന്ന് കാണിക്കാം. ഡിപ്പിന് വേണ്ടി നല്ല നാരങ്ങ അച്ചാർ എടുത്തിന്. ആ നാരങ്ങ അച്ചാർ ഇതിലേക്ക് ഇട്ട് ഒന്നുമില്ല, വളരെ സിമ്പിൾ ഡിപ്പാണ്. ഇനി നല്ല തിക്ക് മാണീസ്, ആ മാണീസും അച്ചാറും കൂടിയുള്ള മിക്സാണ് നമ്മളിപ്പോൾ ഈ സമൂസക്കുള്ള ഡിപ്പായി ചെയ്യാൻ പോകുന്നത്. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സാധനം കൂട്ടിയിട്ട് നമുക്ക് നമ്മുടെ സമൂസ കഴിക്കാം. കണ്ടില്ലേ, കിടും. വാ ഓക്കെ. പിന്നെ നമ്മൾ നോമ്പെല്ലാം മുറിച്ച് നിസ്കാരമെല്ലാം കഴിഞ്ഞ് എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ വെച്ചാൽ നോമ്പ് മുറിക്കുമ്പോൾ തിരക്കല്ല, ഹറിബറിയല്ല, എന്നിട്ട് ഷൂട്ട് ചെയ്യാൻ കഴിയില്ലല്ലോ. പിന്നെ നമ്മളവിടെ കണ്ണൂർ നോമ്പ് തുറക്കാന്നല്ല പറയില്ല കേട്ടോ, നോമ്പ് മുറിക്കാന്ന് പറയാം. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ചില ആൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. നോമ്പ് മുറിക്കാന്ന് പറഞ്ഞാൽ പകുതിയിൽ മുറിക്കുന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മളെ ഏരിയയിൽ കണ്ണൂർ, നമ്മുടെ ഏരിയയിൽ നൂഡിൽസാ. മമ്മ നൂഡിൽസ് അനൗഷിനെ പറഞ്ഞു. നമുക്ക് സമൂസ തന്നാ. സമൂസ നമ്മൾ നോമ്പ് പിന്നെ തുറക്കുന്ന സമയത്ത് നമ്മൾ ഇത് കഴിച്ചപ്പം സോസ് ഇല്ലാതെ കഴിച്ചു നോക്കി. ഭയങ്കര ക്ലാസ് സാധനം കേട്ടോ. ക്ലാസ് സാധനം എന്ന് പറഞ്ഞാൽ നമുക്കത് പിന്നെ പെർഫെക്റ്റായി തോന്നി. അപ്പോൾ സോസ് കൂട്ടിയാൽ എന്നുവെച്ചാൽ ചീസ് ഇടാത്തവർക്ക് അന്നേരം ആ ഒരു ഫ്ലേവർ എന്താണ് എന്നുവെച്ചാൽ ചിക്കൻ അങ്ങനെ തന്നെ ഇടണം. എന്നാലും നമുക്ക് ആ ബൈറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഉള്ളിയില്ല, തക്കാളിയില്ല, ഒന്നുമില്ല, മസാല ഇഷ്ടമില്ലാത്തൊക്കെ ഇഷ്ടമാവും. ഈ സോസ് കൂട്ടിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോസ് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. പൊതുവേ നമ്മൾ ബിരിയാണിക്ക് അച്ചാർ കൂട്ടുമ്പോൾ അച്ചാറിൻ്റെ ഫ്ലേവർ മുകളിലേക്ക് വരില്ലേ, അതേ എഫക്റ്റിനെ ആയിരിക്കാം മതി ഇതിൽ വരുന്നത്. അത് മൈൽഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മയോണൈസ് ആഡ് ചെയ്തത്. അച്ചാർ പറഞ്ഞ പോലെ തന്നെ ബിരിയാണി കൂട്ടുമ്പോൾ അച്ചാറിൻ്റെ ഫ്ലേവർ മുകളിലേക്ക് വരുന്ന പോലെ ഇതിലും അച്ചാർ മുകളിലേക്ക് വരും. അതില്ലാതെ കഴിക്കുമ്പോൾ കംപ്ലീറ്റ് ആ മീറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്പി ക്രഞ്ചി ആയിട്ടുള്ള സമൂസയും ചീസും കൂടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അത് ആ ഫ്ലേവറും കൂടെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഇതിൽ വരും. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടോ സ്പൈസി കിട്ടാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു സംഭവം കൊണ്ടുവന്നത്. അത് ഓപ്ഷനിലാക്കിയിട്ട് നിങ്ങൾ വെക്കാം, എന്നിട്ട് അങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഞാൻ മറ്റെങ്ങനെയും കഴിച്ചിരുന്നു, അടിപൊളി കേട്ടോ. മറ്റു പ്ലെയിനായിട്ട് എടുത്ത് കഴിക്കാം. ഇതാ കണ്ടില്ല, അതിനൊരു ആ ചിക്കണും ആ കക്കിരിയും ചീസൊക്കെ കൂടി ഇങ്ങനെ നിൽക്കുന്ന അതെന്നെ ബൈറ്റ് മതി. ഒന്നും വേണ്ട, മസാല എക്സ്ട്രാ ഒന്നും വേണ്ട. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം, കഴിക്കാം. അടിപൊളി. ആ ചീസൊക്കെ മെൽറ്റായി കിടക്കുന്നു. അതിന് കൂടെ അതിൻ്റെ കെട്ടുകളെ സൂപ്പർ ചായ ഏത് കുടിച്ചാൽ ഈ ചായയുടെ അത്ര ടേസ്റ്റ് വേറെ കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡ് എടുത്ത് വൈൻഡപ്പ് പറയാം. സിമ്പിൾ ഈസി റെസിപ്പിയാണ്. നല്ല എല്ലാവരും ട്രൈ ചെയ്തോ. പ്ലെയിൻ ആയിട്ടാണ് പ്ലെയിൻ ആയിട്ട്, അതല്ല ഇങ്ങനെ ഡിപ്പാണ് ഡിപ്പ്. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് പറയാം. വൈൻഡപ്പ് പറയാം, പറ. എന്നാ തിന്ന്. ഇല്ല, നോക്കുന്നില്ല. അപ്പോൾ ഓക്കെ, എല്ലാവരോടും ഞാൻ ഈ എപ്പിസോഡ് എടുത്ത് വൈൻഡപ്പ് പറയാണ്. ടാറ്റ ബൈ. അത് കണ്ടാ തിന്നുന്നുണ്ടോ?